സുഹൃത്തുക്കളെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു മനുഷ്യന് എങ്ങനെയാണ് സ്വന്തം ബാപ്പയെ സംബന്ധിച്ച് അദ്ദേഹം അബൂജഹലിനേക്കാൾ കടുത്ത മുശ്രിക്കാണ് എന്ന് പറയാൻ സാധിക്കും? സ്വന്തം ബാപ്പ അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം മങ്കൂസ് മൗലിദ് ഓതി, മരിച്ച ഉപ്പാപ്പാന്റെ പേരിൽ യാസീൻ ഓതി, മരിച്ച ഉപ്പാപ്പയുടെ ഖബർ സിയാറത്തിന് ചെന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെയും മൗലാ തങ്ങളുടെയും അലീൽ കൂഫി തങ്ങളുടെയും അബ്ദുൽ ഖാദിർ സാനി തങ്ങളുടെയും എന്തിനധികം പറയണം 1000-ലധികം കൊല്ലം പഴക്കമുണ്ടെന്ന് തോന്നുന്ന ഇരിക്കൂർ മഖാമടക്കം നിൽക്കുന്ന ഇരിക്കൂറിലെ മഹാന്മാരടക്കം അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു ജില്ലയാണിത്. കഴിഞ്ഞുപോയ ആളുകളെ ആദരിക്കുന്നവരും അവരെ അംഗീകരിക്കുന്നവരും അവരെ മദ്ഹ് പറയുന്നവരും അവരെ സ്ഥാനം അംഗീകരിച്ചു കൊടുക്കുന്നവരുമൊക്കെ അവരൊക്കെ മുശ്രിക്കീങ്ങളാണ് എന്ന് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും വെറുതെ ആരോപണം പറഞ്ഞതല്ല. 1980 ജനുവരിയിലെ പുത്തൻവാദികളുടെ മാസിക നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് കാണാം, മൗലിദ് ഓതുന്നത് ശിർക്ക്, മാല ചൊല്ലുന്നത് ശിർക്ക്, ഒക്കെ ശിർക്കുകൾ എന്ന് പറഞ്ഞിട്ട് അവസാനം പറയാണ് ശിർക്ക് ചെയ്യുന്നവരുമായുള്ള വിവാഹ ബന്ധവും അവരെ തുടർന്ന് നമസ്കരിക്കലും അവർക്ക് മയ്യിത്ത് നമസ്കരിക്കലും അവരറുത്തത് ഭക്ഷിക്കലും അനുവദനീയമല്ല. ഇത്രയും നീചരായി സ്വന്തം പിതാക്കളെയും സ്വഹാബത്തിന്റെ കാലഘട്ടം മുതൽ ജീവിച്ചു വന്ന മുഴുവൻ ആളുകളെയും ഇത്രയും നീചരായി ചിത്രീകരിക്കുന്ന ഒരൽപ്പവും മനുഷ്യത്വമില്ലാത്ത സ്വഭാവം, ഇത് ബിദ്അത്തിന്റെ ഭവിഷ്യത്താണ്, യാതൊരു സംശയവും ഇല്ല. ബിദ്അത്ത് വന്നാൽ അങ്ങനെയാണ്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞതല്ലേ? അലിയും ഫിൽ ജന്ന. എത്ര ഹദീസുകളുണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം പറയുന്ന ഹദീസ്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഉദുവെടുത്ത് പള്ളിയിലേക്ക് കയറി വരുമ്പോ വാളുകൊണ്ട് ഇബ്നുൽ മുൽജിം എന്ന് പറയുന്ന പുത്തൻവാദി തലക്ക് വെട്ടിക്കൊന്നു കളഞ്ഞില്ലേ? ബിദ്അത്ത് മനസ്സിൽ കടന്നാൽ അങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്